ഹലോ മക്കളെ, എജുമി NOSന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 ഒക്ടോബർ NOSന്റെ എക്സാം എഴുതാനിരിക്കുന്നവരാണ് നിങ്ങൾ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ. കാരണം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് NOS ഹിസ്റ്ററിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അഥവാ PYQ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് കൂടുതൽ ലാഗ് അടിപ്പിക്കാതെ വീഡിയോയിലേക്ക് കടക്കാം. കുറച്ച് ക്വസ്റ്റ്യൻ അതിന്റെ ആൻസർ നമുക്ക് നോക്കാം. സെക്ഷൻ എയിലെ ഒരു 8 ക്വസ്റ്റ്യനോളം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ഞാൻ കൂടുതൽ ലാഗ് അടിപ്പിക്കുന്നില്ല, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഹു എമംഗ് ദ ഫോളോയിങ് ഇൻട്രൊഡ്യൂസ്ഡ് ദ ടെക്നിക് ഓഫ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ഇൻ ഹിസ് ബുക്ക് യൂലിസസ്? അല്ലെ, ദ യൂലിസസ് എന്നുള്ള ബുക്കില് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, ആരാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. നമുക്ക് നോക്കാം അതിന്റെ ഓപ്ഷൻസ് ആരൊക്കെയുണ്ട്. ഒന്നാമത്തെ ഓപ്ഷൻ എന്താണ്? ജെയിംസ് ജോയ്സ് ആണ്. രണ്ടാമത്തെ ഓപ്ഷനോ ജോൺ ജോയ്സ്, എസ്തർ ജോയ്സ്, പാബ്ലോ പിക്കാസോ. ഇങ്ങനെ 4 റൈറ്റേഴ്സിനെ, പ്രധാനപ്പെട്ട 4 റൈറ്റേഴ്സിനെ ഓപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഉത്തരം നോക്കിയാലോ മക്കളെ ഉത്തരം നോക്കിട്ടോ. ഉത്തരം ജെയിംസ് ജോയ്സ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു നോവലാണ് യൂലിസസ് എന്നുള്ള ഒരു ബുക്ക്. അതിലാണ് അദ്ദേഹം പറയുന്നുണ്ട് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടേം അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ടേം അദ്ദേഹം ഉരുത്തിരിഞ്ഞു വെക്കുന്നുണ്ട് കേട്ടോ. എന്താണ് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാല്? എന്താ മക്കളെ, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാല് ഒരു നോവൽ എഴുതുമ്പോൾ അതിലൊരു കഥാപാത്രത്തിന്റെ ഉള്ളിൽ വരുന്ന ചില ചിന്തകൾ ഉണ്ടാവും അല്ലെ. ഏതൊരു കഥാപാത്രത്തിനുള്ള ഇന്നർ തോട്ട്സ് ഉണ്ടാവും, ഉള്ളിൽ വരുന്ന ഓരോ ചിന്തകളും ചില പെട്ടെന്ന് ചിന്തകൾ മാറാം. ഇതൊക്കെ അൺഫിൽട്ടർ ചെയ്യാതെ, വേർതിരിക്കാതെ ഒറ്റയടിക്ക് അതിങ്ങനെ കഥയിലൂടെ രൂപപ്പെടുത്തുന്നതിനാണ്, അല്ലെങ്കിൽ അത് വേർതിരിക്കാതെ കഥയിലൂടെ എഴുതുന്നതിനാണ്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നതിനാണ് ദ സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ഇത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജെയിംസ് ജോയ്സ് ആണ് കേട്ടോ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ മക്കളെ. രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ഹു വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? അല്ലെ, പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഹിസ്റ്ററി പഠിക്കുന്ന ആൾക്കാർ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യം കൂടെയാണ് അല്ലെ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ഫസ്റ്റ് പ്രസിഡന്റ് ആരാന്നുള്ള ചോദിച്ചത്. നമുക്ക് നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? മഹാത്മാഗാന്ധി ഉണ്ട്, WC ബാനർജി ഉണ്ട്, ജവഹർലാൽ നെഹ്റു ഉണ്ട്, ബാൽ ഗംഗാധർ തിലകും ഉണ്ട് അല്ലെ. പ്രധാനപ്പെട്ട 4 പേര്, ഇന്ത്യൻ ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട 4 പേരാണ് ഓപ്ഷൻസിലുള്ളത്. എന്നാൽ നോക്കാം, ഒന്നാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള മഹാത്മാഗാന്ധി ചെക്ക് ചെയ്യാം കേട്ടോ. ഉത്തരം എന്താണ്? നമുക്ക് ഉത്തരം നോക്കിയാലോ മക്കളെ. ഉത്തരം WBC ബാനർജിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ഉമേഷ് ചന്ദ്ര ബാനർജി വാസ് ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. INCയിലെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? WBC ബാനർജിയാണ്. 1885 അദ്ദേഹം പ്രസിഡന്റ് ആകുന്നത് എന്നാണ്. നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. ഹു പ്രൊപ്പൗണ്ടഡ് ദ ട്രെയിൻ തിയറി? അല്ലെ, പ്രശസ്തമായിട്ടുള്ള ട്രെയിൻ തിയറി ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദ്യം. ടു എക്സ്പ്ലെയിൻ ദ എക്കണോമിക് എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യ അണ്ടർ ബ്രിട്ടീഷ് റൂൾ. ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അണ്ടറിലായിരുന്ന സമയത്ത് ഒരുപാട് എക്സ്പ്ലോയിറ്റേഷൻ ഇന്ത്യയെ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ചൂഷണങ്ങൾ ബ്രിട്ടീഷുകാർ ചെയ്തിട്ടുണ്ട്. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആരാണ് ട്രെയിൻ തിയറി എന്നുള്ള ഒരു വല്ലാത്തൊരു എക്സ്പ്ലനേഷൻ കൺസെപ്റ്റ് ആരാണ് കൊണ്ടുവന്നതെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഓപ്ഷനിലേക്ക് പോകാം. ദാദാഭായ് നെഹ്റുജി ഉണ്ട്, ബാൽ ഗംഗാധർ തിലക് ഉണ്ട്, ലാൽ ലജ്പത് റായ് ഉണ്ട്, ഗോപാൽ കൃഷ്ണ ഗോഖലെ എന്നുള്ള പ്രധാനപ്പെട്ട പൊളിറ്റീഷ്യൻസ്മാരെ നമ്മൾ ഓപ്ഷൻസിലുണ്ട്. നമുക്ക് ഉത്തരത്തിലേക്ക് പോയാലോ. ഉത്തരം ദാദാഭായ് നെഹ്റുജിയാണ് കേട്ടോ. അദ്ദേഹമാണ് ഡ്രെയിൻ തിയറി എന്നുള്ള വല്ലാത്തൊരു ആശയം മുന്നോട്ട് വെക്കുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ദ ഡ്രെയിൻ തിയറി എക്സ്പ്ലെയിനിങ് ഹൗ ബ്രിട്ടൻ drained India's wealth through colonial exploitation. അല്ലെ, കൊളോണിയൽ എക്സ്പ്ലോയിറ്റേഷനത്തിലൂടെ ഇന്ത്യയുടെ വെൽത്ത് മുഴുവൻ അടിച്ചു മാറ്റുക, അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിന് അത് വല്ലാതെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡ്രെയിൻ തിയറി എന്നുള്ള ഒരു തിയറിയിലൂടെയാണ്. അത് ആരാണ് കൊണ്ടുവന്നത് മക്കളെ? ദാദാഭായ് നെഹ്റുജിയാണ്. ഡ്രെയിൻ തിയറി ആരാണ് കൊണ്ടുവന്നത്? ദാദാഭായ് നെഹ്റുജി. 3 ചോദ്യങ്ങൾ ഇവിടെ കവർ ചെയ്തു. 4ാമത്തെ ചോദ്യത്തിലേക്ക് പോയാലോ. 4ാമത്തെ ചോദ്യം, ഹു വാസ് എ റിഫോമർ ഹു സ്ട്രോങ്ലി ഒപ്പോസ്ഡ് ആൻഡ് വർക്ക് ടു അബോളിഷ് പ്രാക്ടീസ് സതി ഇൻ ഇന്ത്യ? അല്ലെ, ഇന്ത്യയിൽ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, ഇന്ത്യ മഹാരാജ്യത്തെ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നടമാടിക്കൊണ്ടിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു സതി. അല്ലെ, സതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭർത്താവ് മരിച്ച ഭാര്യ എന്ത് ചെയ്യണം? തീയിൽ ചാടി മരിക്കണം. അതൊരു സിസ്റ്റമായിട്ട് കൊണ്ടു നടന്ന കാലമുണ്ടായിരുന്നു. അതിനെതിരെ ശക്തമായി പോരാടിയ ആളാരാണെന്ന് ചോദിച്ചതോ. അതിനെ ശക്തമായി പോരാടി അത് റിഫോമറായിട്ട് മാറ്റി, അതിൽ പരിഷ്കാരം കൊണ്ടുവന്ന റിഫോമർ ആരാണ് എന്നതാണ് ചോദ്യം. 4 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് സ്വാമി വിവേകാനന്ദ്,
അല്ലെ. രണ്ടാമത്തെ രാജാ റാം മോഹൻ റോയ്, ലാൽ ലജ്പത് റായ്, ദയാനന്ദ സരസ്വതി. ഇതിൽ ആരാണ് മക്കളെ? നമുക്കൊക്കെ അറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് രാജാ റാം മോഹൻ റോയ് ആണ്. ഉത്തരം നോക്കാം അല്ലെ. രാജാ റാം മോഹൻ റോയ് ആണ് ഈ സതി എന്നുള്ള ഒരു സമ്പ്രദായത്തെ, ഏറ്റവും മോശമായിട്ടുള്ള ഒരു സമ്പ്രദായത്തെ റിഫോം ചെയ്യാൻ മുന്നോട്ട് നിന്ന ശക്തയായ നേതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ് ആണ്. ഹി വാസ് എ സോഷ്യൽ റിഫോമർ ഹു ക്യാമ്പെയിൻഡ് അഗൈൻസ്റ്റ് ഇൻഹ്യൂമൻ പ്രാക്ടീസ്. അമാനുഷികമായ അല്ലെങ്കിൽ മനുഷ്യത്വമല്ലാത്ത ചില നടപടിയായിരുന്നു സതിയിലൂടെ നടന്നുകൊണ്ടിരുന്നത്. അതിനെതിരെ വ്യക്തമായിട്ട് പ്രതിരോധിച്ച അല്ലെങ്കിൽ പ്രതിരോധിച്ച നേതാവായിരുന്നു രാജാ റാം മോഹൻ റോയ് എന്ന് പറയുന്ന ഒരു മഹാന് അല്ലെ. അദ്ദേഹമാണ് സതിക്കെതിരെ വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ തന്നെ സ്ത്രീകളുടെ റൈറ്റ്സിന് വേണ്ടി വല്ലാതെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തിരുന്ന ആളും കൂടിയാണ് അദ്ദേഹം, രാജാ റാം മോഹൻ റോയ്. അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം, അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക്. എന്താണ് അഞ്ചാമത്തെ ചോദ്യം? ഐഡന്റിഫൈ ദ ലീഡർ വിത്ത് ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കുറച്ച് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്, അതിൽ നിന്ന് ആരാണ് ഈ ലീഡർ, താഴെ പറയുന്ന ഇൻഫർമേഷനിൽ നിന്ന് ആരെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഒന്ന് വായിച്ചു നോക്കാം. He served jail sentence from 1908 to 1914 അല്ലെ. 1980 മുതൽ 1914 വരെ അദ്ദേഹം ജയിൽ വാസം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഒരാള്, ഒരു പ്രധാനപ്പെട്ട നേതാവ്, അദ്ദേഹം 1908 മുതൽ 1914 വരെ ജയിൽ വാസം അനുഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഹോം റൂൾ മൂവ്മെന്റ് വാസ് ആക്റ്റീവ് ഇൻ മഹാരാഷ്ട്ര ആൻഡ് കർണാടക ഡ്യൂറിംഗ് ഹിസ് ലീഡർഷിപ്പ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും ഹോം റൂൾ മൂവ്മെന്റ് രൂപം കൊണ്ടുവന്നത് അല്ലെങ്കിൽ ആക്റ്റീവ് ആകുന്നത്. നമുക്ക് നോക്കാം അല്ലെ. 4 പേരുണ്ട് ഇവിടെ. ബാൽ ഗംഗാധർ തിലക് ഉണ്ട്, രാസ് ബഹരി ബോസ് ഉണ്ട്, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ട്, മഹാത്മാഗാന്ധി ഉണ്ട് അല്ലെ. 4 പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ഇതിൽ 4-ൽ ആരെ കുറിച്ചാണ് ഇത് പറഞ്ഞതെന്നാണ് നോക്കേണ്ടത്. നമുക്ക് ആൻസറിലേക്ക് പോവാം, ഉത്തരത്തിലേക്ക് പോവാം മക്കളെ. ബാൽ ഗംഗാധർ തിലകിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. എന്താണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? തിലക് ലെഡ് ദ ഹോം റൂൾ മൂവ്മെന്റ്. മനസ്സിലാക്കണം, ഹോം റൂൾ മൂവ്മെന്റ് ലീഡർഷിപ്പ് ആരാണ് അല്ലെങ്കിൽ ലീഡ് ചെയ്തതാണ്, നേതൃത്വം വഹിച്ച ആളാണ്? ബാൽ ഗംഗാധർ തിലകാണ്. ആൻഡ് വാസ് ഇംപ്രസൻഡ് ഫ്രം 1980 to 1914 in മണ്ഡലായി ജയിൽ അല്ലെ. 1908 മുതൽ 1914 വരെ അദ്ദേഹം ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, ബാൽ ഗംഗാധർ തിലകാണ് ഹോം റൂൾ മൂവ്മെന്റിന്റെ ലീഡർഷിപ്പ് വഹിച്ചിട്ടുള്ള നേതാവ്. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 6ാമത്തെ ഒരു ചോദ്യം, ഐഡന്റിഫൈ ദ മൂവ്മെന്റ് വിത്ത് ഹെൽപ്പ് ഓഫ് ഫോളോയിങ് ഇൻഫർമേഷൻ. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്ന് നമുക്ക് ഇത് ഏത് മൂവ്മെന്റ് ആണല്ലോ, ഏത് സമരമാണ് അല്ലെങ്കിൽ ഏത് മൂവ്മെന്റ് ആണ് എന്നുള്ളത് കണ്ടെത്താനാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കൂ. ഇൻ ഹിസ്റ്റോറിക്കൽ കൽക്കത്ത സെഷൻ in September 1920 the Congress adopted this movement അല്ലേ. 1900 ഇതിലൊക്കെ ഓരോന്നും കേട്ടോ. 1920 കൽക്കത്ത സെഷൻ നടക്കുന്നത് കേട്ടോ. കൽക്കത്ത സെഷൻ, സ്പെഷ്യൽ സെഷൻ നടക്കുന്നത് 1920 ആ സെഷനിൽ ഈ ഒരു മൂവ്മെന്റിനെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്, സ്വീകരിച്ചിട്ടുണ്ട്, ഇതൊരു മൂവ്മെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. 1920 കൽക്കട്ട സ്പെഷ്യൽ സെഷനിൽ ഇതൊരു മൂവ്മെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തൊരു പോയിന്റ് നോക്കാം. ഇൻ ദ നാഗ്പൂർ കോൺഗ്രസ് ഓഫ് ഡിസംബർ 1920 കോൺഗ്രസ് ലീഡർ ചിത്തരഞ്ജൻ ദാസ് സപ്പോർട്ടഡ് ദിസ് മൂവ്മെന്റ് അല്ലേ. കോൺഗ്രസ് ലീഡറായിരുന്ന ചിത്തരഞ്ജൻ ദാസ് എന്നുള്ള ഒരാള് 1920 ഡിസംബറിൽ നടന്ന നാഗ്പൂർ കോൺഗ്രസിൽ വെച്ചിട്ട് ഈ ഒരു മൂവ്മെന്റിനെ സപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ് അല്ലെ. അതിനെ സ്വാധീനിച്ചു അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിന്റ്. ഈ മൂവ്മെന്റ് ഏതാ എന്നുള്ളതാണ് ചോദ്യം. 4 മൂവ്മെന്റ്സ് കൊടുക്കുന്നത്. മൂന്നാമത്തെ പോയിന്റ് വേണ്ടി കേട്ടോ. ദിസ് മൂവ്മെന്റ് withdrew due to the firing on police station and death of policeman അല്ലെ. പോലീസ് സ്റ്റേഷനിലേക്ക് തീയിട്ടെറിയുകയും അവിടെ ഒരു പോലീസുകാരൻ വെന്ത് മരിക്കുകയും ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ആ ഒരു മൂവ്മെന്റ് പിൻവലിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് പറഞ്ഞു. ഇത് ഏതാ മക്കളെ മൂവ്മെന്റ്? നമുക്ക് നോക്കാം. സ്വദേശി മൂവ്മെന്റ് ഉണ്ട്, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഉണ്ട്, സിവിൽ ഡിസോബീഡിയൻസ് മൂവ്മെന്റ് ഉണ്ട്, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് ഉണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട 4 മൂവ്മെന്റുകളാണ് ഓപ്ഷൻസിലുള്ളത്. നമുക്ക് നോക്കാലോ. ഒന്നാമത്തെ ഓപ്ഷൻ അല്ല, രണ്ടാമത്തെ ഓപ്ഷൻ ബി ഓപ്ഷൻ ആണ് ശരി. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആണ് ഈ ഒരു മൂവ്മെന്റ് എന്ന് അറിയപ്പെടുന്നത്. അഡോപ്റ്റഡ് ഇൻ 1920 ആണ്. ഓർത്ത് വെച്ചോളാം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്താക്കളെ 1920 ഇറ്റ് വാസ് വിത്ഡ്രോൺ ആഫ്റ്റർ ദ ചൗരി ചൗര ഇൻസിഡന്റ് അല്ലേ, വേർ പോലീസ് ഓഫീസേഴ്സ് വെർ കിൽഡ് അല്ലേ. പോലീസ് ഓഫീസേഴ്സ് എവിടെ വെച്ചിട്ടാണ് ബന്ധം വഹിച്ചത്? ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. അപ്പൊ ചൗരി ചൗര ഇൻസിഡന്റ് കാരണമാണ് ഈ ഒരു മൂവ്മെന്റ് പിൻവലിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. 7ാമത്തെ ഒരു ചോദ്യം, വിച്ച് ഓഫ് ദി ഫോളോയിങ് ആസ്പെക്ട് ഈസ് റിലേറ്റഡ് വിത്ത് ദ എസൻസ് ഓഫ് നാഷണലിസം. നാഷണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റുമായി ഏറ്റവും ബന്ധപ്പെട്ട് താഴെ കിടക്കുന്ന ഏതാണെന്നുള്ളതാണ് ചോദിച്ചത്. ലോയാലിറ്റി ടു റൂളർ. നാഷണലിസം എന്ന് പറഞ്ഞാൽ റൂളറിനോട് ഭയങ്കര ലോയാലിറ്റി വേണമെന്നാണോ? അല്ല. രണ്ടാമത് നോക്കാം, എക്സ്പാൻഷൻ ഓഫ് ട്രേഡ്.
നാഷണലിസം എന്ന് പറഞ്ഞാൽ ട്രേഡ്, വ്യാപാരം വികസിപ്പിക്കുക എന്നുള്ളതാണോ? നോക്കാം. മൂന്നാമത്തെ എന്താണ്? അഡോപ്ഷൻ ഓഫ് വെസ്റ്റേണൈസേഷൻ. വെസ്റ്റേണൈസേഷൻ ഇങ്ങോട്ട് സ്വീകരിക്കുക എന്നുള്ള, പാശ്ചാത്യവൽക്കരണം നടത്തുക എന്നുള്ളതാണോ നാഷണലൈസേഷൻ? അല്ല. നോക്കാം. കണക്ഷൻ വിത്ത് ദ കൾച്ചർ ഓഫ് ദ നേഷൻ. അല്ലേ, നമുക്ക് വായിച്ചാൽ തന്നെ അറിയാം, വളരെ സിമ്പിൾ ആണ്. നേഷൻ അതിന്റെ കൾച്ചറുമായിട്ടുള്ള ഒരു ബന്ധമാണ്, കണക്ഷൻ ആണ് എന്ത് നാഷണലിസം. മനസ്സിലാക്കാം. നമുക്ക് ഉത്തരത്തിലേക്ക് പോകാം. ഇതാകണില്ലേ, കണക്ഷൻ വിത്ത് ദ കൾച്ചർ ഓഫ് ദ നേഷൻ. അല്ലേ, അതാണ് ഉത്തരം. നാഷണലിസം ഗ്രോസ് ഫ്രം പീപ്പിൾസ് കൾച്ചർ, യൂണിറ്റി ആൻഡ് ഷെയർഡ് ഹെറിറ്റേജ്, നോട്ട് ഫോറിൻ ഇൻഫ്ലുവൻസസ്. അല്ലേ, വിദേശകാരെ ഇൻഫ്ലുവൻസിൽ നിന്നല്ല ഒരു നാഷണലിസം വർക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? ആ നേഷനിലുള്ള, ആ രാജ്യത്തിലുള്ള സമൂഹത്തിന്റെ, മനുഷ്യരുടെ യൂണിറ്റി, അത് അവരുടെ സാംസ്കാരിക ഐക്യമാണ് നാഷണലിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണ്, അതാണ് ഇതിൽ പറയുന്നത്. നമുക്കൊരു അടുത്തൊരു ചോദ്യത്തിലേക്ക് പോകാം. അവസാന ചോദ്യം, 8ാമത്തെ ചോദ്യമാണ്. സെക്ഷൻ എയിലെ 8ാമത്തെ PYQ ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 8ാമത്തെ ചോദ്യം എന്താണ്? ഇൻ വിച്ച് ഇയർ ദ ഇൻസിഡന്റ് ഇൻ ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്ന വർഷം ഏതാണ് എന്നാണ് ചോദിച്ചത്. ജാലിയൻ വാലാബാഗ് മസാക്കർ നടന്ന വർഷം ഏതാണെന്ന് ചോദിച്ചത്. 1909 ഉണ്ട്, അതേപോലെ 19 ഉണ്ട്, 29 ഉണ്ട്. ഏത് വർഷമാണ് ജാലിയൻ വാലാബാഗ് നടന്നത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം എന്താണ്? 1919 ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. അല്ലേ, ഒക്കേഡ് ഓൺ 13th April 1919 13th April വെച്ചിട്ടാണ് ജാലിയൻ വാലാബാഗ് നടക്കുന്നത്. when British troops fired on peaceful protesters in Amritsar. അല്ലെ, അമൃത്സറിൽ ഒരുപാട് പേര് ഇതിനെതിരെ ഒരുപാട് ശബ്ദം ഉയർത്തിയ സമയത്ത് ബ്രിട്ടീഷ് ഭരണാധികാരികൾ അല്ലെങ്കിൽ അവരുടെ സൈനികർ വന്നിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സേനാനികളെ വധിക്കുകയാണ് ഉണ്ടായിരുന്നത്. അല്ലെ, വെടിവെച്ച് ഷൂട്ട് ചെയ്യുകയാണ് ഉണ്ടായിരുന്നത്. ഇത്തരം സംഭവമാണ് ജാലിയൻ വാലാബാഗ്. അത് നടന്ന വർഷം ഏതാണ് മക്കളെ? 1919 അല്ലേ. ഓക്കെ മക്കളെ, ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മൾ 8 ചോദ്യങ്ങൾ അവിടെ ഡിസ്കസ് ചെയ്തു. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക, ഹിസ്റ്ററിയിൽ നല്ല മാർക്ക് വാങ്ങണമെന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഓൾ ഓഫ് യു താങ്ക്സ്.